ഗ്രാമത്തിലൊരു സാധകനുണ്ടായിരുന്നു. നിരന്തരമായ ആത്മീയ സാധനയിൽ അദ്ദേഹം സമർപ്പണ ബുദ്ധിയോടെ സദാ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ ഗ്രാമത്തിൽ വേറൊരാൾ അദ്ദേഹത്തെ കണ്ട ഉടനെ ചീത്ത വിളിക്കുകയും വിമർശിക്കുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞ് ചീത്ത വിളിക്കുക, കുറ്റപ്പെടുത്തുക, കളിയാക്കുക ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വിമർശിക്കുന്ന ആൾ മരിച്ചുപോയി. അദ്ദേഹം മരിച്ചെന്ന വാർത്ത വേറൊരാൾ വന്ന് ഭയങ്കര സന്തോഷത്തോടെ ഈ സാധകനോട് പറഞ്ഞ്, അങ്ങോട്ടൊരു സന്തോഷ വാർത്തയാണ്, അങ്ങേ എപ്പോഴും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആൾ മരിച്ചു. ഇത് കേട്ടപ്പോൾ സാധകൻ ദുഃഖത്തോട് പറഞ്ഞു, കഷ്ടം, എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു, നഷ്ടപ്പെട്ടു പോയല്ലോ. എൻ്റെ മനസ്സിനെ എപ്പോഴും ഗുരുവിൽ നിർത്താനും ആത്മീയതയിൽ മുന്നോട്ട് പോകാനും സഹായിച്ച ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം. ഏത് പ്രതികൂല സാഹചര്യങ്ങളും നമ്മൾ അനുകൂലമാക്കി മാറ്റാം നോക്ക്. അമ്മ പറയാറുണ്ടല്ലോ, അപ്പോൾ ഒരു കുതിര കിണറ്റി വീണു. അപ്പം അതിനെ പൊക്കിയെടുക്കാൻ വളരെ ശ്രമിച്ചു. അപ്പോൾ കുറേ പൊക്കുക, പിന്നെ വീഴോട്ട് വീഴുക, പൊക്കുക, വീഴോട്ട് വീഴുക. പിന്നെ എങ്ങനെയെങ്കിലും പൊക്കിയെടുത്താൽ ഈ കുതിരയെ കൊണ്ട് ജോലിയൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത്രയും ക്ഷീണിച്ച് കാണും, അസുഖം പിടിച്ച് കാണും. ഇനിയിപ്പോൾ എടുക്കണ്ട, ഇനി ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാൽ ചീഞ്ഞ് നാറ്റം ഉണ്ടാവും മരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് മണ്ണിട്ടങ്ങ് മൂടാം. മണ്ണ് അടുത്ത നിലത്തിലെ ചെളിയായിരുന്നു. ആ ചെളി കൊട്ടയിൽ കോരി കൊണ്ടുവന്ന് ഈ കിണറ്റിലിടുക. ആ വീഴുന്ന കുതിരയുടെ പുറത്താണ്. അപ്പോൾ കുതിര എന്ത് കുടയും, അത് തറയിൽ വീഴും. പിന്നെയും കൊണ്ടിടും, കുടയും തറയിൽ വീഴും. കൊണ്ടിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് കയറി കുതിര നീക്കും. പിന്നെയും ഇടും, കുടയും അതിൻ്റെ പുറത്ത് കയറി നിന്ന് അവസാനം കൊണ്ട് കുതിര ചാടി പുറത്തോട്ടിറങ്ങി. എല്ലാവരും വിദ്യാരം മുഴക്കാൻ തുടങ്ങി. പുറത്തിട്ട ചെളി മുഴുക്കി കുടഞ്ഞോടെ അതിൻ്റെ പുറത്ത് കയറി നിന്ന് അത് മരണത്തിന് രക്ഷപ്പെട്ടു. അപ്പം അതുപോലെ മറ്റുള്ളവർ നമ്മൾ ചെളിവാരി എറിയും. ഒരു സാധകനെ വീഴ്ചിട്ട് അതിൽ നിന്നൊക്കെ ഒരു നല്ലതും കണ്ടെത്തി നമ്മളെന്നെ ചവിട്ടുപടിയാക്കി മുകളോട്ട് കയറാനുള്ള ചവിട്ടുപടിയാക്കണമെന്നാണ് അമ്മ പറയുന്നത്. ഞാൻ ശരീരമല്ല, ആത്മാവാണ്. ഉപരിയായിട്ട് ആരെ ചീത്ത വിളിക്കാൻ സാധിക്കും. നമ്മുടെ ആശ്രമത്തിൽ തന്നെ പല പല സന്ദർഭങ്ങളും പലരും ക്രിട്ടിസൈസ് ചെയ്യുന്നപ്പോഴാണ് പലതും പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സാധിക്കുന്നത്. അമ്മയുടെ അനുഭവത്തിലും ഈ ഒരു കാഴ്ചപ്പാടാണ് കിട്ടിയിട്ടുള്ളത്. ചെറിയൊരു ഒരാളെങ്കിലും പറഞ്ഞ ഉടനെ ദൂഷിച്ചു പോവുക, അങ്ങനെയല്ല. നമ്മുടെ ദുർബലതകളെ അത് കഴിവാക്കി മാറ്റി നശിക്കാതെ പുറകോട്ട് മുന്നോട്ടെന്നുള്ള രീതി നമ്മൾ നീങ്ങണം. നമ്മുടെ ഈ മനുഷ്യ ജീവിതം എത്ര നാൾ കൂടി ഉണ്ടാവുമെന്ന് ആർക്കും അറിയില്ല. മരണം ഓരോരുത്തരുടെയും തൊട്ടുപുറകെ തന്നെയുണ്ട്. അല്പസുഖങ്ങൾക്ക് വേണ്ടി പാഴാക്കാനുള്ളതല്ല നമ്മുടെ ഈ മനുഷ്യജന്മം. മനുഷ്യജീവിതം കൊണ്ട് നേടാനുള്ള സുവർണ്ണ അവസരമാണ് നമ്മുടെ മുൻപിലുള്ളത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും യഥാർത്ഥ ഉറവിടം എന്താണ്, നമ്മുടെ ഉന്മ എന്താണ് എന്നെല്ലാം ആരാഞ്ഞറിയുവാൻ മനുഷ്യജീവിതത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം.